വേദപുസ്തകത്തിൽ ഒരുപാട് തരം പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾക്കറിയോ ഏറ്റവും പവർഫുൾ പ്രെയർ ഏതാന്ന്? ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ടെന്നുള്ള നിങ്ങളുടെ നോട്ടം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കൂട്ടപ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, കണ്ണീരിന്, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വ്യക്തിപരമായി അറിയുന്നത് പേഴ്സണൽ പ്രെയറിലാണ്, രഹസ്യ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. എന്താ ഞാനങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയാം കേട്ടോ. സ്തോത്രം. പേഴ്സണൽ പ്രെയറിനകത്താണെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയാം, സ്തോത്രം, കർത്താവിന്റെ തിരുസന്നിധാനത്തിൽ ചില കാര്യങ്ങൾ ആരോടും പറയരുത്. പറഞ്ഞാൽ ഏക്കിയല്ല, പറഞ്ഞിട്ട് ഗുണമില്ല. രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ ദൈവം മാത്രമാണ് സാക്ഷി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരുപാട് തരം പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾക്കറിയോ ഏറ്റവും പവർഫുൾ പ്രെയർ ഏതാണ്? ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ടെന്നുള്ള നിങ്ങളുടെ നോട്ടം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കൂട്ടപ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, കണ്ണീരിന്, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വ്യക്തിപരമായി അറിയുന്നത് പേഴ്സണൽ പ്രെയറിലാണ്, രഹസ്യ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. എന്താ ഞാനങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയാം കേട്ടോ. സ്തോത്രം. പേഴ്സണൽ പ്രെയറിനകത്താണെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. സ്തോത്രം. വിശുദ്ധ ബൈബിളിനകത്ത് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ഗ്രഹിച്ച് എടുക്കണം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു ഭാഗം കാണും. അത് നഥനയേൽ എന്ന് പറയുന്ന മനുഷ്യൻ അധികം ഭാഗത്ത് രംഗത്ത് വരുന്ന ഒരാളല്ല. അദ്ദേഹത്തെ ഫിലിപ്പോസാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. കർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ ഈ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ആ പുള്ളിക്ക് വിശ്വാസമൊന്നുമില്ല. പുള്ളി പറഞ്ഞത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച ആളാണ് ഈ നഥനയേൽ. എന്ന് പറഞ്ഞാൽ നസ്രയനായ യേശു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം പറഞ്ഞു, നസ്രയത്തിൽ നിന്ന് വലിയ നന്മയും വരാൻ വാ, വന്ന് കാണ് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ യേശു സർവജ്ഞാനിയാണ്. അപ്പോൾ ഈ പുള്ളി അവിടെ പറഞ്ഞത് ഇവിടെ കർത്താവിന് പിടികിട്ടി. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവനെ നന്മ വരുമെന്നൊന്ന് കാണിക്കണം. ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ട് വരുന്നത്, നസ്രയത്തുകാരനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്തയിലാണ് കൊണ്ടുവരുന്നത്. വരുന്ന വഴി യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഒന്നും. നഥനയേലിനെ ഫിലിപ്പോസ് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം താമസിക്കുന്ന ഒരു അച്ചാനാണ്, നല്ല മനുഷ്യനാണ്, സ്തോത്രം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. യോഗം കഴിഞ്ഞിട്ട് നിങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ, പാസ്റ്ററെ സ്തോത്രം ആദ്യമായിട്ട് വരുന്നതാണ്, പാവ സഹോദരിയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാടം പറയാൻ വേണ്ടി. പക്ഷേ കർത്താവ് ഉള്ളിടത്ത് വന്നാൽ പറയേണ്ട വരികയില്ല. അതിനൊക്കെ മുമ്പ് ആളെ ദൈവം സ്കാൻ ചെയ്തിരിക്കും. ഈ യോഗത്തിൻ്റെ പ്രത്യേകത, സഭയുടെ പ്രത്യേകത, നമ്മൾ ഈ സ്തോത്രം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പറയേണ്ടത് അതിനു മുമ്പ് അവരോട് ദൈവം പറയാൻ തുടങ്ങും. എത്രയോ യോഗങ്ങളിൽ സ്തോത്രം അവരെ ഒന്ന് യോഗം കഴിഞ്ഞിട്ട് പാസ്റ്ററെ അടുക്ക കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇരുത്തുന്ന, പക്ഷെ അതിനു മുമ്പ് ദൈവാത്മാവ് അവരെ പരസ്യമായി അറിഞ്ഞു, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ദൈവസന്നിധി. ഇതിനകത്തിരിക്കുമ്പോൾ ഓർത്തോളണം, കർത്താവ് ഇതൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. ഈ യോഗം നടക്കുമ്പോൾ നിങ്ങളിതൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നഥനയേലിനോട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. പെട്ടെന്ന് മനസ്സിൽ കിടന്ന എല്ലാ ധാരണകളും മാറിയിട്ട് നഥനയേൽ ആശ്ചര്യപ്പെട്ട് യേശുവിനോട് ചോദിച്ചു, എന്നെ അറിയൂ? എന്നെ എവിടെ വെച്ചറിയും? യേശു വളരെ കൂളായിട്ട് പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് നീ അത്തിയുടെ കീഴെ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ്. ഉടനെ നഥനയേൽ പറഞ്ഞ എന്താന്ന് നോക്കി. നീ ദൈവപുത്രൻ. നഥനയേൽ എന്താ പറഞ്ഞേ? റബ്ബി നീ ദൈവപുത്രൻ. റബ്ബി നീ ദൈവപുത്രൻ. നീ സാക്ഷാൽ ദൈവപുത്രൻ. നീ ഇസ്രായേലിന്റെ രാജാവ്. ഇസ്രായേലിന്റെ രാജാവ്. എന്താ ഇവര് തമ്മിൽ ഈ പറയുന്നത്? എന്താ ഫിലിപ്പോസിന്റെ ചുക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇവര് തമ്മിൽ എന്താ ഈ പറയുന്നത്? ഇവ കൊണ്ടുവന്ന ഫിലിപ്പോസ് ഔട്ടായി, ഇവര് തമ്മിലായി. സ്തോത്രം. പകലിൽ ഞാൻ പറയാം, കർത്താവ് ഉള്ളിടത്ത് ഇതാ കാര്യം. സ്തോത്രം.
നിന്നെ ദൈവം ഇവിടെ എത്തിച്ചെങ്കിൽ ഇനി ഇടനിലക്കാരില്ല, പിന്നെ നീയും കർത്താവും കൂടെയാ. അങ്ങനെ ഒരു ബന്ധത്തിലേ പോകാവൂ. നിന്നെ ഇവിടെ വരെ വഴി കാട്ടാൻ ദൈവം ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കും. നിനക്ക് വണ്ടിക്കൂലി തരാൻ ആർക്കെങ്കിലും കഴിഞ്ഞേക്കാം. നിന്നെ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് ഇവിടെ കൊണ്ടൊന്ന് ഇരുത്തിയേക്കാം. പക്ഷെ ഇന്ന് ഇതിനകത്ത് നടക്കുന്ന കാര്യം പറയാം. ഇവിടെ വെച്ച് ഇടനിലക്കാരൻ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് നിന്നെ കൊണ്ടുവന്നവരെ സ്വർഗ്ഗം പുറകോട്ട് മാറ്റുകയാണ്. ഇനി നീയും യേശുവുമായിട്ടാ കാര്യം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചനം പോലെ ദൈവാത്മാവ് ഈ പ്രാവശ്യം ഒരിക്കലും കാണാത്ത ചിലരെ, ഇന്ന് 3-ാം ദിവസമല്ലേ ആയുള്ളൂ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും കോട്ടയം പട്ടണത്തിൽ കണ്ടിട്ടില്ലാത്തവരെ ദൈവം നമ്മുടെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. ആരോ പറഞ്ഞിട്ട് വന്നതാണ്, ആരോ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ ദൈവം പറയുന്നു, ഇതിനകത്ത് വന്ന് കേറിയാൽ പിന്നെ കൊണ്ടുവന്നവനും വണ്ടിക്കാശ് മടക്കിയൊന്നുമില്ല, അവരും യേശുവും കൂടി ആയിക്കോളും. അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാനൊരു ദൂത് പറയാം. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ പീലിപ്പോസ് വിളിച്ചതുപോലെ നിങ്ങളുടെ അടുത്ത വീട്ടുകാരനെയോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയോ അവര് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം കള്ളന്മാരല്ലേ എന്ന് ചോദിച്ചവരെ തന്നെ വിളിച്ചു. അങ്ങനെയല്ലേ ചെയ്തത്? ഹല്ലേലൂയ. നഥനേൽ അതല്ല ചെയ്തത്. നസ്രത്തിൽ നിന്ന് വലിയ നന്മയും വരുമോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചവനെ തന്നെ വിളിച്ചോ. ഹല്ലേലൂയ. ഉപദേശിമാര് കള്ളന്മാരാണെന്നും ഈ മാർഗക്കാര് മുഴുവൻ കാശുണ്ടാക്കുന്നവരാണെന്നും അതിനാന്നും പറഞ്ഞ് യൂട്യൂബിന്റെ ക്ലിപ്പും മൊബൈലിൽ കൊണ്ട് നടക്കുന്നവനെ തന്നെ വിളിക്ക. അവനെ ദൈവം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ അവനും ദൈവം കൂടി ആയിക്കോളും, അവനും കർത്താവും കൂടി ആയിക്കോളും. വലിയ മാറ്റം ഈ കൊല്ലം ഡെലിവേഴ്സ് ചർച്ച നിമിത്തം നിങ്ങൾ വിചാരിക്കാത്ത വൻപൻ കക്ഷികളെ, വിമർശകന്മാരെ യേശു തെളിയിക്കാൻ പോകുകയാ. നസ്രത്തിൽ നിന്ന് വലിയ നന്മ വരുമോ, സഭ കൊണ്ട് വലിയ നന്മയുണ്ടാകുമോ, ശുശ്രൂഷകന്മാരെ കൊണ്ട് എന്തെങ്കിലും നന്മ സമൂഹത്തിനുണ്ടാകുമോ എന്ന് തെളിയിക്കാൻ പോകുകയാ. കൃപയുള്ളവരും വിശ്വാസമുള്ളവരും പരിശുദ്ധാത്മ നിറവുള്ളവരും ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസഭയിൽ സ്തോത്രം ചെയ്യ്. നിന്റെ വിശ്വാസം വെറും കപടമാണെന്നും നീ ചുമ്മാ അഭിനയമാണെന്നും നിന്റെ വീടിനകത്ത് തന്നെ വിമർശനം ഉണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, നസ്രത്തിൽ നിന്ന് വലിയ നന്മയും വരുമോ എന്ന്, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന്, നിന്റെ യേശു ജീവിക്കുന്ന ദൈവമാണോ എന്ന്, നിന്റെ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് സ്വർഗം ചില വിമർശകന്മാരുടെ മുമ്പിൽ തെളിയിക്കാൻ പോകുകയാണെന്ന് ഡെലിവേഴ്സ് ചർച്ചിനോട് പ്രത്യേക ദൂത് പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. അത് തെളിയിക്കുന്ന ഒരു സഭയാകട്ടെ, തെളിയിക്കുന്ന സഭയാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ഹല്ലേലൂയ ഈ സഭയുടെ ലെവല് മാറ്റിക്കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, കഷ്ടതയുള്ളവരൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറെ കാലം ഷാജൻ പാസ്റ്റർ ടാർഗറ്റ്. പക്ഷെ ഞാൻ ദൈവാത്മാവിൽ പറയാ, എതിർക്കുന്നവര്, നിന്നെ വിമർശിച്ചവര്, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവര് അവരറിയാൻ പോകുകയാണ് നിന്നിൽ എന്തെങ്കിലും നന്മയുണ്ടോ, നിന്റെ കൃപ കൊണ്ട് നന്മയുണ്ടോ എന്ന് തെളിയാൻ പോകുകയാണ്. ഈ സഭയുടെ ഏറ്റവും നിർണായക കാലത്ത് നിനക്കെതിരെ കടലാസുകൾ നീക്കിയവർ, നിനക്കെതിരെ പേപ്പർ വർക്കുകൾ നടത്തിയവർ അവരൊരു ഇടവേളയ്ക്ക് ശേഷം അറിയാൻ പോകുകയാണ് അവരെതിർത്തത് സത്യത്തെയാണ്, അവരെതിർത്തത് നന്മയാണ് എന്ന് അവരറിയാം. ചില ഇൻസിഡന്റുകൾ ചേർന്ന് 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 ആ ദൂതി സഭയ്ക്കകത്ത് ഫലിക്കട്ടെ, ഇതിനകത്ത് സംഭവിക്കട്ടെ, ഇതിനകത്ത് നിറവേറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ വാക്യങ്ങളൊന്നും ഇന്ന് കണ്ടതല്ല, പക്ഷെ ഈ ദൂത് ഇന്നത്തെ ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാ, ഈ പ്രസംഗമൊന്നും ഇന്നോ ഇന്നലെയോ തപ്പിക്കൂട്ടി എടുത്തതല്ല, പക്ഷെ ഈ ദൂത് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ ആലോചന ഈ സഭയ്ക്ക് മാത്രമുള്ളതാണ്. ജീവനുള്ള ദൈവത്തിന് സ്തോത്രം. എതിർത്തവർ, എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ചവർ, ആത്മീകത്തെ പുച്ഛിച്ചവർ,
സ്തോത്രം, യേശുവിന്റെ മാർഗത്തെ ഒരു തരം കണ്ണുകൊണ്ട്, മഞ്ഞളിച്ച കണ്ണുകൊണ്ട് കണ്ടവർ ഏതോ നഥനയേലുമാർ, അവരിന്ന് പകൽക്കാലം മനസ്സുകൊണ്ട് നല്ലവരായിരിക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവർ, അവരെ കർത്താവ് നിന്റെ വിശ്വാസം വെച്ച്, നിന്റെ ആത്മീകം വെച്ച് സത്യം തെളിയിക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടുകാർ അറിയാൻ പോകുകയാണ്, നിന്റെ ആങ്ങളെ അറിയാൻ പോകുകയാണ്, നീ ദൈവത്തിന്റെ മകളാണ്. നിന്റെ അപ്പൻ അറിയാൻ പോകുകയാണ്, നിന്റെ പ്രതിയോഗി അറിയാൻ പോകുകയാണ്, നിന്ദിച്ചവർ അറിയാൻ പോകുകയാണ്, നിന്റെ മക്കൾ അറിയാൻ പോകുകയാണ്. ആർത്തു വിളിച്ച ആരാധനയോടെ ഒരു ശുഭകാലത്തിന്റെ തുടക്കം ഈ വർഷാരംഭ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ദൈവം എഴുന്നേറ്റിരിക്കുന്നു, സ്വർഗം എഴുന്നേറ്റിരിക്കുന്നു. ആത്മതലത്തിന്റെ മറ്റൊരു ലെവല് സ്വർഗം തുറന്നു വിടുന്നു. യെസ്, ഉദരബലബദി ഗദഗ ശംദന. ഹല്ലേലൂയ. ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കാത്ത പലരും സഭയെ കാണും. യേശു ആണ് പറയുന്നത്. ഷാജൻ പാസ്റ്റർക്ക് എന്നെ അറിയാലോ, ഞാൻ വെറുതെ സ്തോത്രം, ഞാനൊരു പ്രവാചകനല്ല, സ്തോത്രം, വചനമല്ലാതെ വേറൊന്നും പറയാറില്ലാത്തവനാണ്. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അധരം ദൈവം ഉപയോഗിക്കുക. നിങ്ങൾ വിചാരിക്കാത്ത ചിലര്, നിങ്ങൾക്കെതിരെ രേഖകൾ ഉണ്ടാക്കിയവര്, അവരറിയും ഇതിനകത്ത് നന്മയുണ്ടെന്ന്. അവരുടെ വിഷയത്തിന്റെ ബന്ധനം അഴിക്കാൻ, അവരുടെ വഴി തുറക്കാൻ ഇനി ഭൂമിയിൽ ഒരു മാർഗമില്ല. അത് പ്രാർത്ഥിക്കുന്നവന്റെ മാർഗമാണെന്ന് ചിലർ അറിയാൻ പോകുകയാണ്. അപ്പാ സംഭവിക്കണേ. മാർച്ച് മാസം അപ്പാ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു ഞായറാഴ്ച കാണും. ഞങ്ങളുടെ ദാസനെ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ കാണും. ആരും വിചാരിക്കാത്തവർ ഇതിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവദാസനെ പേഴ്സണലി കാണാൻ വരുന്നത്, ഏതോ നഥനയെ നിന്നെ വ്യക്തിപരമായി കാണാൻ വരുന്നത് ഞാൻ വെളിപ്പാടിൽ കാണുന്നു. ഒരു നന്മയും ഇല്ലാത്ത കൂട്ടരാണെന്ന് പരസ്യമായി അടച്ചു വിമർശിച്ചവർ അവരെ എത്തിക്കൂടെ? അവിടെ ദൈവം ഇവിടെ എത്തിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ നാഥനയിൽ ഇന്നാരായിരിക്കണേ കർത്താവേ. എൻ വിശ്വാസത്തിൽ വന്നതിന് എന്നെ ഒത്തിരി അപമാനം, ഞാൻ സ്നാനപ്പെട്ടതിന് എന്നെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിച്ച, എൻ്റെ നന്മയ്ക്കെതിരെ ഭയങ്കര പണികൾ അണക്കിയ, കയ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയ ഇന്നാരെ ഇല്ലാതാക്കണമെന്നല്ല, അവരൊരു നാഥനയരായി മാറട്ടെ. അവര് ഇന്നത്തെ വിമർശന മുനകൾ ഒടിയട്ടെ. അവർ യേശുവിൻ്റെ അടുക്കലെത്തട്ടെ. അവരും യേശുവും കൂടി ആയിക്കോട്ടെ. നമ്മളതിൽ തലയിടാൻ പോകണ്ട. ഇനി അവരും യേശുവും കൂടി ആയിക്കോട്ടെ. കൊണ്ടുവന്ന ഫിലിപ്പോസിന് പോലും പിടികിട്ടുന്നില്ല ഇവര് തമ്മിൽ എന്തായി പറയുന്നത്. യേശു പറയുന്നു, ഞാൻ നിന്നെ അറിയും. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് നീ അത്തിയുടെ ചോട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ്.